നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കാതിരുന്നാൽ പെങ്ങളുടെ അവസ്ഥ വരുമെന്ന് ചിന്തിച്ച സൈനുവിൻ്റെ സഹോദരൻ റസാക്ക് ഒരു ബ്രോക്കർ കൊണ്ടുവന്ന ആലോചനയിൽ പിടിമുറുക്കി കല്യാണം കഴിച്ചു. ഭർത്താവിൻ്റെ പെങ്ങൾ കല്യാണപ്രായം കഴിഞ്ഞ് വീട്ടിൽ അടിഞ്ഞുകൂടി നിൽക്കുന്നതിനോട് യോജിക്കാതിരുന്ന റസാക്കിൻ്റെ ഭാര്യ നസീമ നീരസത്തോടെ റസാക്കിനോട് ഓരോന്ന് പറയാൻ തുടങ്ങി. നല്ല കാലത്ത് കല്യാണം കഴിക്കാതിരുന്നിട്ടല്ലേ ഇക്കാൻ്റെ പെങ്ങൾ ഇങ്ങനെ ഒറ്റത്തടിയായി നിൽക്കേണ്ടി വന്ന്? നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നില്ലേ അവർ? ഇഷ്ടപ്പെട്ട് കെട്ടാൻ വന്നവരിൽ ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ഗതി അവർക്ക് വരുമായിരുന്നോ? സ്വത്തും പണവും ഇല്ലാത്തവർ വർണ്ണമുള്ള പുളിക്കൊമ്പ് മോഹിക്കരുത്. അങ്ങനെ മോഹിച്ചിട്ടാ ഇക്കാൻ്റെ പെങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നേ. ആ ബ്രോക്കർ മമ്മൂക്ക ഇന്നലെ കൊണ്ടുവന്ന 50കാരൻ്റെ ആലോചന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മക്കളുള്ളത് കൊണ്ട് അവർക്ക് വേണ്ട പോലും. മക്കളുണ്ടെങ്കിലും നല്ല പൈസ ഉള്ള ആളാന്നാ മമ്മൂക്ക പറഞ്ഞ്. ഇങ്ങളെ പെങ്ങൾ ഇതും വേണ്ടാന്ന് വെച്ചാൽ ഇനി ആര് കെട്ടാൻ വരാനാ? എന്തെങ്കിലും പഠിപ്പോ ജോലിയോ ഉണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് അതും ഇല്ലല്ലോ. നസീമ ഓരോന്നും സൈനുവിനെ കുറിച്ച് പെറുക്കി പറഞ്ഞ് റസാക്കിനെ പിരി കൂട്ടാൻ ശ്രമിക്കും. അനിയൻ്റെ ഭാര്യ തന്നെക്കുറിച്ച് അനിയനോട് പറയുന്നത് കേട്ട് സൈനു പിടഞ്ഞുപോയി. റബ്ബേ, ഞാൻ അവർക്കൊരു ഭാരമായല്ലോ. സൈനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ പിടച്ചിലോടെ ഓർത്തുപോയി. നസീമ പറയുന്നത് സത്യമാണ്. തന്നെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പേർ കെട്ടാൻ വന്നതാണ്. തൻ്റെ കണ്ണിൽ അവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ മനസ്സിനിണങ്ങാത്തത് കൊണ്ട് അവരെയെല്ലാം താൻ അവഗണിച്ചു വിട്ടു. സ്വത്തും പണവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരിയുടെ മകളാണ് താനെന്ന കാര്യം താൻ ഓർക്കണമായിരുന്നു. അന്നത്തെ ചോരത്തിളപ്പിലുള്ള ചിന്തയിൽ ഞാൻ അതൊന്നും ഓർത്തില്ല. തൻ്റെ സൗന്ദര്യം കൊണ്ട് മോഹിക്കുന്നതെല്ലാം കിട്ടുമെന്ന് അഹങ്കരിച്ചു പോയി. ഇന്നലെ ബ്രോക്കർ കൊണ്ടുവന്ന ആൾക്ക് 3 മക്കളും നിലവിൽ ഒരു ഭാര്യയും ഉണ്ടെന്ന് കേട്ടിട്ടാണ് ആ ആലോചന താൻ വേണ്ടാന്ന് പറഞ്ഞത്. താൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോവണം. അതാണ് അനിയൻ്റെ ഭാര്യയുടെ ആഗ്രഹം. വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് അനിയൻ്റെ ഭാര്യയ്ക്ക് തന്നോടുള്ള നീരസം. താൻ അവളോട് എന്ത് ചെയ്തിട്ടാണ് ആ നീരസമെന്ന് മാത്രം തനിക്കറിയില്ല. ഇനിയും അനിയൻ്റെ ചിലവിൽ കഴിയാൻ നിന്നാൽ അനിയൻ്റെ ഭാര്യ അനിയനോട് പറയുന്നത് തന്നോട് തന്നെ നേരിട്ട് പറയും. അതിന് ഇനി ഇടം കൊടുക്കരുത്. അവൾ വേദനയോടെ ഓർത്തു. എന്തായാലും തൻ്റെ കാര്യം നോക്കാൻ തനിക്ക് ഒരു ജോലി കൂടിയേ തീരൂ. സൈനു വിങ്ങുന്ന മനസ്സോടെ ജോലി അന്വേഷിച്ചിറങ്ങാൻ തീരുമാനിച്ചു.